ദിവസം വന്നൊരു വാർത്തയാണ്. അതായത് സർവകലാശാലകൾക്കുള്ള കേന്ദ്ര പദ്ധതി സമയത്ത് അപേക്ഷിച്ചില്ല, അതുകൊണ്ട് കേരളത്തിന് നഷ്ടമായത് ശതകോടികൾ. പ്രധാനമന്ത്രിയുടെ ഉച്ചതർ ശിക്ഷാ അഭിയാൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തമാക്കാൻ സർവകലാശാലകൾക്ക് 100 കോടി മുതൽ 200 കോടി രൂപ വരെ അനുവദിച്ചത് കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അതിനുള്ള കാരണം കേരളവും ബംഗാളും തമിഴ്നാടും യഥാസമയം അപേക്ഷിക്കാത്തത് കൊണ്ടാണ്. കേരള സർവകലാശാല വിശദ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് നൽകിയെങ്കിലും അപേക്ഷിക്കേണ്ട കാലാവധി കഴിയുന്നത് വരെ അപ്ലോഡ് ചെയ്തില്ല. അല്ല, എനിക്ക് ഇത്രയധികം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലൂർ വരുത്തുന്ന ഒരു സർക്കാരിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ കീഴിലുള്ള സർക്കാരുകളെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരായിക്കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങളായിക്കൊണ്ടുപോട്ടെ, നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും ഒക്കെ തന്നെയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഇതേ മലയാളികൾ ചെല്ലുകയും അവിടെയുള്ള കമ്പനികളെയൊക്കെ, പ്രത്യേകിച്ച് UAE, ഗൾഫൊക്കെ ഇത്രയും വികസിച്ചത് ഒരു പരിധിവരെ മലയാളികളുടെ എഫിഷ്യൻസി കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനത തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പൊ റിസോഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇത് മുകളിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നവരുടെ വിഷന്റെയോ അല്ലെങ്കിൽ അവർക്ക് പാളിച്ച പറ്റുന്നത് താഴേക്ക് വരെ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരം എവിടെയൊക്കെയോ കിടക്കുന്ന ആൾക്കാരെ പിൻവാതിൽ വഴി കൊണ്ടുവന്ന് ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ട് ഇരുത്തുന്നത് കൊണ്ട് അവരുടെ എഫിഷ്യൻസി കുറവായിരിക്കണം ഒരു പരിധി വരെ ഇതിനെയൊക്കെ ബാധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് വിഷയങ്ങൾ. ഇപ്പോൾ GST കളക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ IGSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹസ്ര കോടികളാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ശതകോടികളെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, സഹസ്ര കോടികളാണ് നമുക്ക് IGST കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന തുക കിട്ടാതെ പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം കേന്ദ്രം ആദ്യം മുതൽ GST കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ അവർ പ്രപ്പോസ് ചെയ്തിരുന്നു. ഇത് യൂസ് ചെയ്യുക, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് GST എത്രയാണോ കളക്ഷൻ വരേണ്ടത് അത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, കേന്ദ്രം തരുന്ന സോഫ്റ്റ്വെയർ അത് ഞങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കും, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പോയി. 5 വർഷം അതിന്റെ പുറകെ നടന്നു, അതൊട്ട് ഉണ്ടായതുമില്ല. ഈ പറയുന്ന സോഫ്റ്റ്വെയർ വരും എന്ന് പറഞ്ഞിട്ട് ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒന്നും വന്നില്ല. കേരളത്തിന് കിട്ടാനുണ്ടായിരുന്ന IGSTയുടെ പങ്ക് കൃത്യമായിട്ട് ലഭിച്ചതുമില്ല. ഇത് ഒരു വശത്ത്. രണ്ടാമതൊരു വശത്ത് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെയുള്ള GST കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ. ഇന്ത്യയിൽ 28% ഗോൾഡിന്റെ സെയിൽ നടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ആ 28% ഗോൾഡ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 250 ടൺ ഗോൾഡ് എന്തോ കേരളത്തിൽ ഒരു വർഷം പ്രതിവർഷം വിൽപ്പന നടക്കുന്നുണ്ട്. ഈ 250 ടൺ ഗോൾഡിൽ നിന്ന് മാത്രം നമുക്ക് ഏതാണ്ട് 10,000 കോടി രൂപയെങ്കിലും നമുക്ക് GST റവന്യൂ വരുമാനം വരേണ്ടതാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് വെറും 500 കോടിയോ മറ്റോ ആണ്. ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. 500 കോടി എവിടെ കിടക്കുന്നു, 10,000 കോടി എവിടെ കിടക്കുന്നു. ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ആ GST നമുക്ക് പിരിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നത്? താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഷാജാൻ സാർ തന്നെ പറഞ്ഞതുപോലെ, കേരളീയൻ പോലുള്ള ധൂർത്ത് പരിപാടികൾ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതിന് പൈസ വേണ്ടേ? വെറുതെ നടത്താൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന ഊരാളുങ്കലിന് മരത്തിന് ലൈറ്റ് കെട്ടാൻ വേണ്ടി തന്നെ കോടികളുടെ ടെൻഡറാണ് കൊടുത്തിരിക്കുന്നത്, മരത്തിന് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കേരളീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ പൈസ എവിടെ നിന്നാണ് എടുത്ത് കൊടുക്കുക? ഈ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പിരിവ് നടക്കണം. അപ്പൊ പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ഈ GST പിരിക്കേണ്ട ഉദ്യോഗസ്ഥരെ തന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. താങ്കൾ പോകും, അവിടെ പോയിട്ട് കാശ് പിരിച്ചുകൊണ്ട് വരും, സ്വർണ്ണക്കട മുതലാളിമാരുടെ നിന്ന് പിരിച്ചുകൊണ്ട് വരും, ബാർ മുതലാളിമാരുടെ നിന്ന് പിരിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവരവിടെ പോകുന്നു, കേരളീയത്തിനെന്നും പറഞ്ഞ് കാശ് വാങ്ങിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇവരെ കൊടുക്കേണ്ട GST തുക എത്രയാണ്? ആ GST തുക അവിടെ പിരിക്കപ്പെടുന്നില്ല. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡെയിലി റോളിങ്ങിന് വേണ്ടിയിട്ട് കാശ് കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇന്ന് അടയ്ക്കേണ്ട തുക 2 കൊല്ലം കഴിഞ്ഞടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം ബിസിനസ്സിനകത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യാനും അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് അത് ഉപകരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഡിലേ ചെയ്യിക്കാൻ പറ്റും അത്രത്തോളം അവർ ഡിലേ ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 50 കോടി രൂപ അടയ്ക്കാനുള്ള ഒരാളായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 ലക്ഷമോ 1 കോടിയോ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ ഈ 50 കോടി അടയ്ക്കാൻ 2 വർഷം സാവകാശം കിട്ടുന്നുണ്ടെങ്കിൽ ഈ 50 കോടി രൂപയ്ക്ക് ഇയാൾ എത്ര രൂപ പലിശ പുറത്തു കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ചിന്തിച്ചു നോക്കും. ഈ 50 കോടി അയാൾക്ക് കയ്യിൽ വെക്കുന്നത് കൊണ്ട് എത്രമാത്രം ലാഭമാണ് ആ വ്യാപാരിക്ക് അല്ലെങ്കിൽ ആ വ്യവസായിക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ഈ പറയുന്ന പോലെ പുറത്ത് പലിശ കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റിന് ഇങ്ങനെ പോയി ലൊട്ടിലൊടുക്കുക, എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ കൊടുക്കുക, CPM-ന്റെ ഈ പറയുന്ന തട്ടിക്കൂട്ട് പരിപാടികൾക്ക് ചെറിയ സംഭാവനകൾ കൊടുത്ത് അവരടക്കേണ്ടുന്ന GST പരമാവധി വൈകിപ്പിച്ച് അവർക്ക് ക്യാഷ് റോളിങ്ങിന് പരമാവധി കയ്യിൽ കാര്യങ്ങൾ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സുഖമാണ്. നേരെ മറിച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 വിഷയമുണ്ട്. അവർക്ക് പലിശ കൊടുക്കുന്നതിൽ നിന്ന് അവർ മുക്തരാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഗവൺമെന്റിന് നിത്യചിന്താന ചെലവുകൾക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ഗവൺമെന്റ് പുറത്തുനിന്ന് കടം എടുക്കുകയാണ്. കടം വെറുതെ എടുക്കുന്നതല്ല, പലിശ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഷാജാൻ സാർ പറഞ്ഞതുപോലെ തന്നെ 19-20% നമ്മുടെ ഈ പറയുന്ന കടത്തിന് പലിശ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും തുക നമ്മുടെ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ കാശിൽ നിന്നുകൊണ്ട്
മറുവശത്ത് നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിഫ്ബിയിലൊക്കെ കണ്ടതാണ്, 10% പലിശയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് 8% ഇവിടുത്തെ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് എന്തോ സാമ്പത്തിക വിപ്ലവം നടത്തിയെന്നുള്ള നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കെടുകാര്യസ്ഥതകളുടെ ഈറ്റില്ലമായിട്ട് ഈ സെക്രട്ടേറിയറ്റും നമ്മുടെ ഭരണ സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഒരു വശത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇതിന്റെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നമ്മളിപ്പോൾ വെളിയിലേക്ക് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഇത് പുറത്തേക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ കഥകൾ. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ശമ്പളം മാത്രമൊന്നുമല്ല മുടങ്ങാൻ പോകുന്നത്, സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും രണ്ടൊന്നുമല്ല. ഇപ്പൊ ട്രഷറിയിൽ 1 ലക്ഷം മുകളിലുള്ള ചെക്ക് മാറുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് മാറില്ല എന്നുണ്ടെങ്കിൽ എന്ത് പണി നടത്താനാണ് ഇവിടെ നമ്മുടെ ഒരു ബസ് ഷെൽട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം 10 ലക്ഷം രൂപയാവും എന്നുള്ളതാണ് നമ്മളെല്ലാം വഴിനീളെ കാണുന്നത്. ഈ 10 ലക്ഷം രൂപ ബസ് ഷെൽട്ടർ കിട്ടാൻ വേണ്ടുന്ന ഒരു സംസ്ഥാനത്ത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് പാസ്സാകാത്ത ഒരു ട്രഷറി ആണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് വർക്കാണ് നടക്കാൻ പോകുന്നത്? ആകെ നടക്കുന്നത് കേന്ദ്രം കൊടുക്കുന്ന കാശ് കൊണ്ട് പണിയുന്ന ഹൈവേയുടെ വർക്ക് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അത് മാത്രം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുറത്ത് എന്തെങ്കിലുമൊക്കെ മെയിൻ നടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മരുമകൻ മന്ത്രിക്ക് പോയി ഡ്രോണൊക്കെ പറത്തി അദ്ദേഹത്തിന് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ട് ലൈക്ക് മേടിക്കാൻ സാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നടക്കുന്നത്. മറ്റൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. ഒരു നാണവുമില്ല, ഒരു ഉളുപ്പുമില്ല അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും പോസ്റ്റാണ്, അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ അറിയാലോ. കേരളത്തിൽ അല്ല അത് പറഞ്ഞു, ഫേസ്ബുക്കിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വികസനത്തിനെ തട്ടി നടക്കാൻ വയ്യ. കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് ശരിയാണ്, പാറശാല മുതൽ മഞ്ചേശ്വരം വരെ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്നത് ഈ പറയുന്നതാണ്. അതിനകത്ത് മന്ത്രി പറയുന്നത് എന്താണ്? പോസ്റ്റ് മാറ്റിയിട്ടു, എന്താണ് പക്ഷികളുടെ കൂട് വേറൊരിടത്തു നിന്നെടുത്ത് അപ്പുറത്തോണ്ട് വെച്ചു, മരത്തിനെ ഇപ്പുറത്തു നിന്നെടുത്ത് അപ്പുറത്ത് വെച്ചു എന്നൊക്കെ ഉള്ള തലത്തിലാണ് മന്ത്രിയുടെ എഫേർട്ടിനെ കുറിച്ചിട്ട് പറയുന്നത്. നോക്കൂ, ഇവിടെ റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർക്കെല്ലാം പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നൽകി അവരെ ഇരുത്തിയിരിക്കുകയാണ്. അതിലൊരാളാണ് ഈ ഡോക്ടർ KM എബ്രഹാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചില ഡീലിങ്സ് അതിപ്പോഴും ദുരൂഹമാണ്. കിഫ്ബി അടക്കം ആ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. അദ്ദേഹത്തിന് ഇന്ന് ക്യാബിനറ്റ് പദവി കൊടുത്തിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമാണ് ഇത്. എന്തിനായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ പോയത്? ചർച്ച വഴിമാറിപ്പോയെങ്കിലും അതിനുള്ള കൃത്യമായ ഉത്തരം ശ്രീ BN ഹസ്കർ അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ വന്നു, അങ്ങനെ കഴിച്ചു, അങ്ങനെ തിന്നു, അങ്ങനെ ചീർത്തു എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ല, അദ്ദേഹം തന്നെ പറയുന്നതാണ്. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നവർ ആ പ്രസ്ഥാനത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്, ചീർക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അങ്ങനെ ഈ തിന്ന് ചീർത്തതൊക്കെ എന്താണ് ശരീരത്തിൽ നിന്ന് കളയണ്ടേ, ഈ കൊഴുപ്പുകളെല്ലാം അടിഞ്ഞുകൂടി കിടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറയുന്ന സ്പീക്കറെ പോലുള്ള ആൾക്കാർക്ക് ജിമ്മ് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് അനിൽ നമ്പ്യാർജി, അതായത് ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിലവിലെ CPM ഇവരാരും നിൽക്കില്ല. കാരണം ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരാണ് നിലവിൽ CPM-നകത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ചിലർക്ക് പിൻവാതിൽ നിയമനം കിട്ടുന്നുണ്ട്, ചിലർക്ക് ഈ പറയുന്ന പോലെ 7 ലക്ഷത്തിന്റെ കർട്ടൻ ഇടുന്നുണ്ട്, ചിലർ സ്വിമ്മിംഗ് പൂൾ കുത്തുന്നുണ്ട്, ചിലർക്ക് ക്യാബിനറ്റ് പദവികൾ കിട്ടുന്നുണ്ട്, ചിലർ ജിമ്മ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു നമ്മളിപ്പോ സ്പീക്കറുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റും എത്രയോ ജിമ്മുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ കാര്യത്തിൽ അത്രയേറെ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർ വരുന്ന അല്ലെങ്കിൽ ജിമ്മുകളുണ്ട്, MLA ഹോസ്റ്റലിലുണ്ട്, എത്രയോ ജിമ്മുകളുണ്ട്. നിയമസഭാ കോംപ്ലക്സിന്റെ അകത്തൊന്നും ഓടിയാൽ മതിയല്ലോ. പക്ഷെ ഇതെല്ലാം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ വിരൽത്തുമ്പിൽ അവരുടെ കൈവെള്ളയ്ക്കകത്ത് എത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM-നകത്ത് ആളെ നിൽക്കുന്നത്. അടി മുതൽ മുടി വരെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രസ്ഥാനം പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ ആ പാർട്ടി ഇന്ന് കേരളത്തിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് തന്നെയാണ് അവർ കാര്യം നടത്തുന്നത്. ഇതല്ല അവരുടെ പ്രയോറിറ്റി. നമുക്ക് തോന്നുന്ന പ്രയോറിറ്റിയാണ് എന്താണ് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ മേഖലയിലല്ലേ പൈസ സ്പെൻഡ് ചെയ്യേണ്ടത്, കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പിനല്ലേ പൈസ സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് തോന്നുന്ന പ്രയോറിറ്റിയാണ്. അവരുടെ പ്രയോറിറ്റി അതല്ല. അവർ ഭരണത്തിൽ കയറി ഇരിക്കുന്നത് ഇതുപോലെ തിന്ന് ചീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഭരണത്തിൽ കയറിയിരിക്കുന്നത്. ഇപ്പൊ KM എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്ക് അതിയായ സഹതാപമാണുള്ളത്. അത് ഷാജഹാൻ സാർ പറഞ്ഞ വിഷയത്തിലല്ല, മറ്റൊരു വിഷയത്തിലാണ്. കാരണം എനിക്ക് മറ്റൊരു വ്യക്തിയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്.
വെച്ചാൽ പിണറായി വിജയൻ ഇങ്ങനെ കൊണ്ട് നടന്ന് എല്ലാത്തിന്റെയും തലപ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹമായിരുന്നു IT സെക്രട്ടറി, അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹമായിരുന്നു സയൻസ് ആ വിഷയത്തിലുള്ള അതിന്റെ തലപ്പത്തിരുന്ന് അദ്ദേഹമായിരുന്നു. അങ്ങനെ എല്ലാത്തിന്റെയും തലപ്പത്തിരുന്ന ഒരു മനുഷ്യൻ അവസാനം കാലങ്ങളോളം ഈ നിധി കാക്കുന്ന ഭൂതത്തിനെ പോലെ പിണറായി വിജയൻ നടത്തിയിരുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന തൈക്കണ്ടി കുടുംബം നടത്തിയിരുന്ന അഴിമതി, സ്വർണ്ണക്കടത്ത്, സകലമാന വിഷയങ്ങളുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് ഞാനൊരു ആനയാണ്, അശ്വത്ഥാമാവാണ് എന്ന് പറഞ്ഞ് ജയിലിൽ പോയി കിടന്ന് ഗോതമ്പുണ്ട തിന്നുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ശ്രീ KM എബ്രഹാം ഇപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത പദവികളൊക്കെ ഇങ്ങനെ ചോദിക്കാതെ തന്നെ, അല്ലെങ്കിൽ ചോദിച്ചോ അദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വെറുതെ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കില്ലല്ലോ പിണറായി വിജയനെ പോലെ ഒരാൾ. പിന്നെ പിണറായി വിജയന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേട്ടിടത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചെന്ന് നിന്ന് തമ്പ്ര, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ധീര, വീര, പറക്കുന്ന കഴുകനെ, ഓടുന്ന കുതിരയെ, ചാടുന്ന കഴുതയെ എന്നൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്താണ് നെഞ്ചൊക്കെ വിരിച്ച് ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വാരിക്കോരി പണ്ടത്തെ രാജാക്കന്മാരെ മറ്റേ ഇതാ നീ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റേ അപ്പൊ കൃഷ്ണനല്ലല്ലോ പഴയ മാലയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതുപോലെ അദ്ദേഹം എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കിട്ടുന്ന ആൾക്കാരൊക്കെ വാങ്ങുന്നു, അവരിത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്, ഏറ്റവും അവസാനം ഇവരുടെ ഒരു ഇടപാട് പോലും സുതാര്യമായിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന്റെ നാളിതുവരെയുള്ള ഒരിടപാട് പോലും സുതാര്യമായിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സകലത്തിന്റെയും തലപ്പത്തിരിക്കുന്ന ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മുടെ ശിവശങ്കരൻ അദ്ദേഹത്തിന്റെ ഐഡിയ ഒക്കെ ആയിരുന്നു ഈ പറയുന്ന കോക്കോണിക്സ് എന്നൊക്കെ പറയുന്ന ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായത്. ഈ ലാപ്ടോപ്പ് ഇതുവരെ ഓൺ ആയിട്ടില്ല. ഈ കോക്കോണിക്സ് ലാപ്ടോപ്പ് വാങ്ങിച്ച ഒരാൾക്ക് ഞാൻ 1-2 പേരോട് ചോദിച്ചു, ഇതിനെങ്ങനെ സ്പീഡൊക്കെ ഉണ്ടോ, സ്പീഡ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഓണാവണ്ടേ എന്നുള്ളതാണ്. സ്പീഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് ഓണാവണ്ടേ എന്നുള്ളതാണ്. എന്തിനേറെ പറയണം, ആ കൈരളി TV ഉണ്ടല്ലോ ഇവരുടെ പാർട്ടി ചാനൽ, ആ പാർട്ടി ചാനൽ വാർത്ത വായിക്കാനിരിക്കുന്നവർ പോലും ഈ പറയുന്ന കോക്കോണിക്സ് ലാപ്ടോപ്പ് ഉപയോഗിക്കില്ലെന്നേ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാവണ്ടേ. അപ്പൊ ഇത് ഓണാകാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ കെടുകാര്യസ്ഥതയാണ് ഈ സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിലനിൽക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു. നമ്മുടെ ഈ ഇലക്ട്രിക് ഓട്ടോ സർക്കാർ ഇറക്കിയതാണ്. ഇപ്പൊ സർക്കാരിന്റെ ഈ പറയുന്ന വലിയ തള്ളൊക്കെ വിശ്വസിച്ച് വലിയ PR മഹാമഹം കഴിഞ്ഞപ്പോ എന്ത് പറ്റി, കുറെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചു. അവര് ബാങ്കിൽ പോയി ലോൺ എടുത്തോണ്ട് വന്ന് ഈ ഓട്ടോ വാങ്ങി. ഈ ഓട്ടോ ഓടണ്ടേ? ഞാൻ നേരത്തെ കോക്കോണിക്സ് ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞോളാണ്, ഈ ഓട്ടോ ഓടണ്ടേ? അപ്പൊ ഈ K എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇട്ട ഒരു സാധനം വന്നു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ A ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു മോശം സാധനം എന്നുള്ള ഒരു സാധനമാണല്ലോ, ആ പണത്തിന് ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. അതുപോലെ ഈ K ഇട്ട് കഴിഞ്ഞാൽ ആ സാധനത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഇപ്പൊ പൊതുവിലുള്ള ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന സാധനം. അത് വാങ്ങിക്കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയുന്ന പോലെ, ഈ കുരങ്ങിന്റെ കയ്യിൽ പുതിക്കാത്ത തേങ്ങ എടുത്തു കൊടുക്കുന്നത് പോലെയാണ് ഈ K വെച്ചുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത്. ഇത് വരും, പക്ഷെ ഒന്നും നടക്കില്ല. അതാണ് അവസ്ഥ. അനുമതി നൽകി, ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സർക്കാർ ഈ വിഷയം പരിശോധിച്ചു. പരീക്ഷാ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ തുക ലഭ്യമാകുമ്പോൾ തിരികെ PD അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയിൽ സ്കൂളുകളുടെ PD അക്കൗണ്ടിൽ കിടക്കുന്ന തുക പിൻവലിച്ച് പരീക്ഷാ നടത്തിപ്പിന് ഉപയോഗിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകി ഉത്തരവാകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്കൊക്കെ 5 സ്റ്റാർ ആ പദവിയാണല്ലോ അദ്ദേഹം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. സ്കൂളുകൾ 5 സ്റ്റാർ ആണ്, പക്ഷേ പരീക്ഷ നടത്താൻ പണമില്ല. അല്ല, ശരിക്കും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 സ്റ്റാർ ഹോട്ടലല്ല. നമ്മൾ ഈ നാട്ടിൻ പുറത്തെ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി തൂക്കാറുണ്ട്, കടം ചോദിക്കരുത്, പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതിയുമായിട്ട് താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പൊതുജനങ്ങളാവട്ടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവട്ടെ ഇതുപോലെ കടം പറയരുത്, ചോദിക്കരുത് എന്ന് സർക്കാരിനോട് തിരിച്ചങ്ങോട്ട് പറയേണ്ടുന്ന ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനം ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്പ്യാർജി, നമുക്കറിയാം, നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഈ കേരളത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തെല്ലാം ഇടതുപക്ഷ സർക്കാരുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അവരുടെ എന്തോ വലിയൊരു നേട്ടം പോലെ എല്ലാ കാലഘട്ടത്തിലും അവതരിപ്പിക്കുന്നതാണ് കേരളത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതി എന്ന് പറയുന്നത്. ഞങ്ങൾ സൃഷ്ടിച്ചതാണ്, ഞങ്ങൾ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇടതുപക്ഷ സർക്കാരിന് 2 തവണ അടുപ്പിച്ച് ഭരിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്, പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം 5 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 8ാം വർഷത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. 8ാം വർഷത്തിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ജീർണത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്. പരീക്ഷ നടത്തിക്കുവാൻ പോലും കാശില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു, എന്താണ്, വിദ്യാർത്ഥികളോട് തന്നെ പറയുകയായിരുന്നു, മോഡൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് 10 രൂപ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വരെ ബക്കറ്റ് എടുത്ത് പ്ലാൻ B, ബക്കറ്റ് എടുത്ത് തെണ്ടുന്ന പരിപാടി ഇതേ സർക്കാർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത് ഒരു വശത്തു കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? മറുവശത്ത് സംഭവിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ കുത്തുന്നു, തൊഴുത്ത് കെട്ടുന്നു, തൊഴുത്തിൽ ചാണകക്കുഴി കുത്താൻ 3.5 ലക്ഷം രൂപ. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ചാണകക്കുഴി കുത്താൻ 3.5 ലക്ഷം രൂപയുടെ ചാണകക്കുഴി? എന്ത് തരം ചാണകക്കുഴിയാണ്? ചാണകക്കുഴിയാണോ?
ആയിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും 3.5 ലക്ഷം രൂപയ്ക്കൊന്നും ചാണകക്കുഴി കുത്തും നമ്മൾ കണ്ടിട്ടില്ല. അവിടെ നിൽക്കുന്നില്ല. ഇനി വന്ന് നമ്മുടെ സ്പീക്കർ ഇപ്പോൾ ജിമ്മൊക്കെ തുടങ്ങി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെയൊക്കെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉൾപ്പെടെ തുരങ്കം വെക്കുന്ന, അതിന്റെ കടക്കിലെ കത്തി വെക്കുന്ന സാഹചര്യങ്ങൾ മൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോ പൊതുവിദ്യാഭ്യാസം ഈ പറയുന്ന സ്കൂൾ പരീക്ഷകളിലേക്ക് എത്തിയത് കൊണ്ട് പൊതുജനം വലിയ രീതിയിൽ ചർച്ചയാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരള കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എത്ര മാസമായി ശമ്പളം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വലിയ ചർച്ചയാകാതെ പോലും വാർത്തയായ കാര്യങ്ങളാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടതാണ്. പക്ഷെ വലിയ ചർച്ചയായി മാറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ ഒരു ജീർണത നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. കുറച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്കൂളുകളിൽ ശമ്പളം പോലും മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനം പോയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ രാഷ്ട്രീയമായും ഭരണപരമായും നമ്മുടെ സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.